ഹലോ എവരിവൺ. OET എന്ന് കേൾക്കുമ്പോഴത്തേന് പേടി സ്വപ്നമായിട്ട് വരുന്ന ഒരു കാര്യമാണ് റീഡിംഗ് മോഡ്യൂൾ. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് സ്റ്റുഡൻസിന് റീഡിംഗ് ഹാബിറ്റ്സ് ഇല്ല. റീഡിംഗ് ഹാബിറ്റ്സ് ഉള്ള സ്റ്റുഡൻസ് അവരുടെ ആ ഒരു ഹാബിറ്റ് കൊണ്ട് തന്നെ ആൻസർ കിട്ടിപ്പോവുകയാണ്. ബാക്കിയുള്ള സ്റ്റുഡൻസ് നോക്കുമ്പോഴത്തേന് നമ്മൾ പഠിപ്പിക്കുന്ന ടിപ്സും ട്രിക്സും ഒക്കെ വെച്ചിട്ടാണ് ആൻസർ ചെയ്യുന്നത്. പക്ഷേ എന്തൊക്കെ സ്ട്രാറ്റജീസ് നമുക്കറിയാമെങ്കിലും തന്നിരിക്കുന്ന പാസേജ് ആ ഒരു ടൈമിനുള്ളിൽ എങ്ങനെ വായിക്കണം എന്നറിയത്തില്ല എങ്കിൽ ശരിക്കും നമുക്ക് ആൻസർ കിട്ടില്ല. നമുക്ക് എത്ര സ്ട്രാറ്റജീസ് അറിയാമെങ്കിൽ പോലും അത് പ്രോപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം എന്നില്ല. സോ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമുക്കൊരു പാസേജ് കിട്ടി, നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു ഏതൊരു പാസേജ് ആയിക്കോട്ടെ അതിന് വായിക്കുന്ന ഒരു രീതിയുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ വായിച്ചാൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് റീഡിംഗ് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഈ റീഡിംഗ് പാസേജ് നമ്മൾ നോക്കേണ്ടതെന്ന്. സോ നമുക്ക് സെക്ഷനിലോട്ട് പോകാം. So good evening everyone. So let's start our reading session. Reading ചെറിയ ബേസിക് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഇന്ന് സംസാരിക്കാം. So let's start with from the very basic thing. What is reading? അല്ലെങ്കിൽ റീഡിംഗ് എന്താണ്? റീഡിംഗ് എന്ന് പറയുമ്പോൾ, റീഡിങ്ങിന്റെ ഡെഫിനേഷൻ എന്ന് പറയുമ്പോൾ, അണ്ടർസ്റ്റാൻഡിങ് ദ ഇൻഡയറക്റ്റ് മെസ്സേജ് ഓർ അൺസെഡ് മെസ്സേജ് ഓഫ് ദി ഓഥർ. ഓഥർ നമ്മളോട് പറയാതെ തന്നെ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കി എടുക്കാന്നാണ് റീഡിംഗ് എന്നൊരു വാക്കിന് ഉദ്ദേശിക്കുന്നത്, അല്ലേ? റീഡർ എന്ന നിങ്ങളുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ഞങ്ങളുടെ ക്വാളിറ്റി എന്തായിരിക്കണം? അയാളുടെ കാഴ്ചപ്പാട്, അയാളുടെ ഒപ്പീനിയൻ, അയാളുടെ അസംഷൻസ് എന്താണ്, അത് മനസ്സിലാക്കുക എന്നാണ് ഒരു തോട്ട്ഫുൾ റീഡറിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒബ്ലിഗേഷൻസ്. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഇന്ന് ജസ്റ്റ് വായിക്കാം. അണ്ടർസ്റ്റാൻഡിങ് ഓഥേഴ്സ് പെർസ്പെക്റ്റീവ്. ഓഥറിന്റെ കാഴ്ചപ്പാട് മനസ്സിലാക്കുക എന്താണ്? Author's viewpoint is the way an author looks at a topic or the ideas being described. എന്താണ് ഓഥറിന്റെ വ്യൂ പോയിന്റ്? എന്താണ്, എങ്ങനെയാണ് ഒരു ടോപ്പിക്കിനെ, ഐഡിയനെ അയാൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? അതാണ് ഓഥറിന്റെ വ്യൂ പോയിന്റ്. സംടൈംസ് an author uses particular words or phrases to tell a reader what the feeling and opinions are about a topic. ചില സമയത്ത് അയാളുടെ കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കാൻ അല്ലെങ്കിൽ ഫീലിങ്സ് മുന്നോട്ട് വെക്കാൻ അയാൾ ചില വാക്കുകൾ, ചില ഫ്രേസുകൾ ഉപയോഗിക്കും. അതാണ് ഓഥർ. ഓക്കെ, ഒരു thoughtful reader, a thoughtful reader interprets an author's point of view, opinions, assumption and possible bias. ഒരു thoughtful reader ആ ഒരു ഓഥറിന്റെ പോയിന്റ് ഓഫ് വ്യൂ, ഒപ്പീനിയൻസിനെ മനസ്സിലാക്കി എടുക്കാന്നാണ് ഒരു thoughtful റീഡറിന്റെ ക്വാളിറ്റി. അതാണ് റീഡിംഗ്. Okay, to understand the unsaid or indirect message of the author is the reading, is what reading is all about. Okay, ഒരിക്കലും ഡയറക്റ്റ് പറഞ്ഞ കാര്യമല്ല നമ്മളോട് മനസ്സിലാക്കേണ്ടത്. അയാൾ അവിടെ വാക്കുകൾ എഴുതിയെങ്കിൽ അയാൾ ആ ഒരു വാക്കിന്ന് നമ്മളോട് പറയാതെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്നാണ് റീഡിംഗ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇൻ ഓർഡർ ടു, ഇനിയും നമ്മൾ പറയും നമുക്ക് നമ്മുടെ റീഡിംഗ് ഇംപ്രൂവ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇൻ ഓർഡർ ടു ഇംപ്രൂവ് യുവർ റീഡിംഗ്, നമ്മുടെ ബേസിക് പ്രോബ്ലം എവിടെയാണ്? നമ്മൾ എങ്ങനെ വായിക്കുന്നു, എങ്ങനെ വായിക്കണം എന്നല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് മനസ്സിലാവണമെങ്കിൽ, ഒരു കാഴ്ചപ്പാട് മനസ്സിലാവണമെങ്കിൽ നമ്മൾ അതിനെ ഒരു രീതിക്ക് വായിക്കണം. എങ്ങനെ വായിച്ചാലാണ് നമുക്കൊന്ന് മനസ്സിലാകാൻ പോകുന്നത്? അത് മാത്രമേ ചെയ്താൽ നമുക്ക് നമ്മുടെ റീഡിംഗ് ഇംപ്രൂവ് ചെയ്യാം. Okay, so before you can improve your reading comprehension, you must first understand how you are currently reading and what your limitations are. നിങ്ങൾ എങ്ങനെയാണ് വായിക്കുന്നത്, പ്ലസ് നിങ്ങളുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, അത് മനസ്സിലാക്കാനാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് in order to improve your reading. Okay, so very basic thing to improve your reading is always read using your mouth. നമ്മൾ എങ്ങനെ വായിക്കണം, അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ നമ്മൾ ആദ്യം നോക്കേണ്ടത് നിങ്ങളുടെ വായ ഉപയോഗിച്ച് റീഡ് ചെയ്യണം. ബേസിക് ആയ കാര്യമാണ്. എങ്ങനെ വായിക്കണം എന്ന് പറയുമ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? മനസ്സല്ലെങ്കിൽ അവർ ഹാർട്ട്ലി വായിക്കുന്നത് ഒരു കാര്യം ചെയ്യുന്നതാണ്, അല്ലേ? മനസ്സിൽ മാത്രം വായിക്കത്തുള്ളൂ, വായ കൊണ്ട് വായിക്കത്തില്ല. ഓക്കെ, മനസ്സിൽ വായിക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷെ അവരെന്ന് പറയുമ്പോൾ അത്രത്തോളം അവർക്ക് എന്താണ് കേപ്പബിലിറ്റി ഉണ്ട്. ബേസിക് തുടങ്ങുവാൻ നമ്മൾ റീഡിംഗ് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം? നമ്മളെ മൗത്ത് ഉപയോഗിച്ച് റീഡ് ചെയ്യണം. ഓക്കെ, when reading out loud we use our voice and mouth to enunciate and articulate the words.
This process also involves using inflection and tone to convey the meaning and emotion of the text. നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ വായ ഉപയോഗിച്ച് വായിക്കുകയാണെങ്കിൽ നമുക്കൊരു ടോൺ അല്ലെങ്കിൽ നമുക്കൊരു റിഥം വരും. ആ ഒരു റിഥം ഉപയോഗിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമ്മൾ എന്താണ് വായിക്കുന്നത് നമുക്ക് മനസ്സിലാകും. ഓക്കെ, നമുക്കതാണ് വേണ്ടത്. ബിക്കോസ് ഇൻ OET നമ്മുടെ ബേസിക് പ്രോബ്ലം OET എന്താണ്, നമുക്ക് നമ്മുടെ ടൈം മാനേജ്മെന്റ് ആണ് പ്രശ്നം. ബിക്കോസ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി യു ഹാവ് ഓൺലി 2 minutes. നമുക്ക് 2 മിനിറ്റ് ഉള്ളൂ ചെയ്യാൻ, അല്ലേ? സോ ആ 2 മിനിറ്റിൽ നമുക്ക് 2 തവണ 3 തവണ ഒരു പാരഗ്രാഫ് വായിക്കാനുള്ള സമയമില്ല. യു ഹാവ് ടു ജസ്റ്റ് റീഡ് ദ പാരഗ്രാഫ് ഓൺലി വൺസ്. ഒരൊറ്റ തവണ വായിക്കാനുള്ള ഒരു സമയമുള്ളൂ. ആ ഒരൊറ്റ തവണയിൽ നമ്മൾ വായിച്ചു മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അത്ര ഡീപ്ലി അതിനെ അല്ലെങ്കിൽ അത്ര വൃത്തിക്ക് നമ്മളത് വായിക്കണം. ഓക്കെ, സോ മനസ്സ് വായിക്കുന്നതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവത്തില്ല, നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടത്തില്ല, നമ്മുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടു പോകും. അതേസമയം നമ്മൾ നമ്മുടെ വായ ഉപയോഗിച്ച് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടി നല്ല രീതിയിൽ ഫോക്കസ് കൊടുക്കാൻ പറ്റും. ബിക്കോസ് നമ്മുടെ ബോഡിയുടെ ഒരു പാർട്ട് റിയലി ബിസി ആണ്. സോ നമ്മുടെ ബ്രെയിനിന് ഫുൾ കോൺസെൻട്രേഷൻ അങ്ങോട്ട് കൊടുക്കാൻ പറ്റും. സോ നമുക്ക് ഇച്ചിരി കൂടി നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ എന്താണ് വായിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്ലസ് വായ ഉപയോഗിച്ച് വായിക്കുമ്പോൾ നമുക്ക് എന്താണ് ഇച്ചിരി കൂടി നല്ല രീതിയിൽ മനസ്സിലാകും. ഓക്കെ, സോ അതിന്റെ എന്താണ് ബെനിഫിറ്റ്സ് ഓഫ് യൂസിങ് യുവർ മൗത്ത് വൈൽ റീഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ പ്രൊനൗൺസിയേഷൻ ഇംപ്രൂവ് ചെയ്യാം, നമുക്ക് ഫ്ലുവൻസി നമുക്ക് ഇച്ചിരി കൂടി നല്ല രീതിയിൽ കൊണ്ടുവരാം. നമ്മുടെ വായനയിൽ നമുക്ക് ആക്സെന്റ്സ് ഒക്കെ ചില ആൾക്കാർക്ക് വരുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ അവരുടെ മൗത്ത് ഉപയോഗിച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. ഫ്ലുവൻസി ആൻഡ് പ്രൊനൗൺസിയേഷൻ ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ യുവർ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, സോ നല്ല രീതിയിൽ പ്രൊനൗൺസിയേഷൻ ഫ്ലുവൻസി നമുക്ക് വരണമെങ്കിൽ നമ്മൾ മനസ്സ് വായിച്ചിട്ട് കാര്യമില്ല. യു ഹാവ് ടു റീഡ് യൂസിങ് യുവർ മൗത്ത്. ഓക്കെ, അത് കൂടാണ്ട് തന്നെ എൻഹാൻസിങ് കോംപ്രിഹെൻഷൻ ബൈ ഫോഴ്സിങ് ദ റീഡർ ടു പേ അറ്റൻഷൻ ടു ഈച്ച് വേർഡ്. നമ്മൾ വായം കൊണ്ട് വായിക്കുമ്പോൾ നമുക്ക് ഓരോ വേർഡിലും നമുക്ക് ഫോക്കസ് കൊടുക്കാൻ പറ്റും. ഇച്ചിരി കൂടി നല്ല രീതിയിൽ നമുക്ക് വായിച്ച് റിതമോടെ നമുക്ക് പോകാൻ പറ്റും, നമുക്ക് നല്ല രീതിയിൽ അറ്റൻഷൻ കൊടുക്കാൻ പറ്റും എന്നാണ് സെക്കൻഡ് ഒരു ബെനിഫിറ്റ്. പിന്നെന്താണ് നമ്മുടെ വൊക്കാബുലറി. നമുക്ക് വേണ്ട ഒരു കാര്യമാണ്. നമുക്ക് സ്പീക്കിങ്ങിലും നമുക്ക് റൈറ്റിങ്ങിലും ലിസണിങ്ങിലും നമുക്ക് റീഡിങ്ങിലും വേണ്ട ഒരു കാര്യം എന്താണ്, നമ്മുടെ വൊക്കാബുലറി. ഓക്കെ, ബിക്കോസ് നമ്മൾ ന്യൂ വേർഡ്സ് ഫ്രേസസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ ആ വായ ഉപയോഗിച്ച് നമ്മൾ ഒരു റിഥം വെച്ച് ടോൺ വെച്ച് വായിച്ചു പോകുമ്പോൾ നമ്മുടെ വൊക്കാബുലറി നമുക്ക് നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാനും അല്ലെങ്കിൽ നമുക്കതിനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കോൺസെൻട്രേഷൻ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ബിക്കോസ് സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡിയുടെ ഒരു പാർട്ട് ബിസി ആണെങ്കിൽ മാത്രമേ ബ്രെയിനിന് അത്രത്തോളം ഫോക്കസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ, കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കണ്ണുകൊണ്ട് വായിക്കുമ്പോൾ ഉള്ള ഫോൾട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര കോൺസെൻട്രേഷൻ കിട്ടത്തില്ല. നമുക്ക് പല ചിന്തകൾ വരും. Okay, but at the same time, if you're using your mouth while you are reading, you are completely giving your entire attention to the phrase or to the paragraph that you are reading. നമുക്ക് ബേസിക്കലി അല്ലെങ്കിൽ നമുക്ക് വെരി ഇമ്പോർട്ടൻ്റ്ലി വേണ്ട ഒരു കാര്യമാണ്, നമുക്ക് കോൺസെൻട്രേഷൻ വേണം. എന്നാൽ മാത്രമേ നമ്മൾ അവിടെ എന്താണ് വായിക്കുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, സോ in order to improve your reading, always read using your mouth ആണ് very basic thing. ഓക്കെ, അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഒന്ന് നോക്കാം. ജസ്റ്റ് എങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത്, വൺസ് മോർ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ വായ ഉപയോഗിച്ചിട്ട് വായിക്കേണ്ടത്, അതിനെക്കുറിച്ച് നമുക്ക് ഒരു വട്ടം കൂടി ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കാം. ഫോർ എക്സാമ്പിൾ, OET-യിലാണല്ലോ നമ്മൾ ബേസിക്കലി റീഡിംഗ് ഒക്കെ കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് കൊടുക്കുന്നതുകൊണ്ട് ഒരു OET-യുടെ ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ഞാൻ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കാണിക്കാം. ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനും തന്നിട്ടുണ്ട്, 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഒരിക്കലും ജസ്റ്റ് ഒരു അതായിട്ട് പറയാം, ഒരിക്കലും 3 ഓപ്ഷൻസ് ഒന്നും നമ്മൾ ആദ്യം വായിക്കരുത്. ബിക്കോസ് നിങ്ങൾ ഈ 3 ഓപ്ഷൻസ് വായിക്കുന്നത് ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ OET-യിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി യു ഹാവ് ഓൺലി 2 minutes, 2 മിനിറ്റ് നിങ്ങൾക്കുള്ളൂ ചെയ്യാൻ. അപ്പം ആ 2 മിനിറ്റിൽ ഇഫ് യു ഗോയിങ് ടു റീഡ് ദ ഓപ്ഷൻസ് ആൻഡ് ദെൻ ഗോ ബാക്ക് ആൻഡ് റീഡ് ദ പാരാഗ്രാഫ് ആൻഡ് ദെൻ കം ബാക്ക് അഗൈൻ റീഡ് ദി ഓപ്ഷൻസ്, ഇറ്റ്സ് എ കംപ്ലീറ്റ് വേസ്റ്റ് ഓഫ് യുവർ ടൈം, അല്ലേ? ആദ്യം പിന്നെ വായിച്ചിട്ട് നമ്മുടെ ടൈമാണ് അവിടെ വേസ്റ്റ് ചെയ്തത്. ഓക്കെ,
സോ ബിക്കോസ് നമുക്ക് 3 ഓപ്ഷൻസ് നമ്മൾ ആരെ കുറിച്ച് വായിക്കുന്നു, എന്ത് വായിക്കുന്നു നമുക്ക് അറിയത്തില്ല. ബിക്കോസ് നമുക്ക് സ്റ്റോറി അറിയത്തില്ല, നമുക്ക് കഥ അറിയത്തില്ല. കഥയെ നമ്മുടെ പാരഗ്രാഫിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഈ 3 ഓപ്ഷൻസ് നമ്മൾ ആദ്യം വായിച്ചിട്ട് യാതൊരു കാര്യമില്ല. ബിക്കോസ് നമ്മൾ പാരഗ്രാഫ് വായിച്ചിട്ട് താഴെ വീഴുമ്പോൾ നമ്മൾ പിന്നെയും അത് വായിക്കും. ക്ലിയർ ആണോ? സോ ദർ ഈസ് നോ നീഡ് ടു റീഡ് ദി ഓപ്ഷൻസ് അറ്റ് ദ ഫസ്റ്റ് പ്ലേസ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇഫ് യു വാണ്ട് ടു റീഡ് ദ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം, പക്ഷേ ക്വസ്റ്റ്യന് അത്ര ഇമ്പോർട്ടൻസ് നമ്മൾ ആദ്യമേ കൊടുക്കരുത്. ഓക്കെ, എല്ലാവരും ക്വസ്റ്റ്യൻ വായിക്കുന്നതാണ്, അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിക്കാം. ബട്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ടും ഇവിടെ കാര്യമില്ല, ബിക്കോസ് വി ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ദ പാരഗ്രാഫ്. സോ ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും ആദ്യം വായിക്കണ്ട. ഓപ്ഷൻസ് ഡെഫിനറ്റ്ലി വായിക്കരുത്. ഇഫ് യു വാണ്ട് ടു റീഡ് ദ ക്വസ്റ്റ്യൻ ഇറ്റ്സ് ഫൈൻ. ഓക്കെ, സോ നൗ ജസ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം എങ്ങനെ വായിക്കണം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വായ ഉപയോഗിച്ച് ഒരു റിഥം, ഒരു ഫ്ലോ വെച്ച് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾ വായിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ആദ്യമേ മനസ്സിലാകും. വിത്തിൻ 1 റീഡിംഗ് നിങ്ങൾക്ക് അത് മനസ്സിലാക്കിയെടുക്കണം. അതാണ് റീഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഒരു ക്വാളിറ്റി നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് 3 വട്ടം 4 വട്ടം വായിച്ച് മനസ്സിലാക്കേണ്ടത് പകരം ഒരൊറ്റ തവണയിൽ നിങ്ങൾ എന്താണ് വായിച്ചു പോകുന്നതെന്ന് മനസ്സിലാക്കുക എന്നാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ട ആദ്യത്തെ ഒരു ക്വാളിറ്റി. ക്ലിയർ ആണോ? പിന്നെ ഫുൾ സ്റ്റോപ്പ്, കോമ ഇവിടെ ഒക്കെ വരുമ്പോൾ നമ്മളൊരു ഫ്ലോ വെച്ച് വരുമ്പോൾ നിർത്തി പോണം. ഓക്കെ, ഈ എക്സാമ്പിൾ നോക്കാം. According to the most recent recommendation, screening for pre-diabetes and diabetes should begin at the age of 35 years. പിന്നെ നിങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾ ആദ്യത്തെ കുറച്ച് നാൾ നിങ്ങൾക്ക് തന്നെ എക്സ്പ്ലനേഷൻ കൊടുത്തു പോകണം. ക്ലിയർ ആണോ? ബിക്കോസ് നമ്മളെ തന്നെ അല്ലെങ്കിൽ നമ്മൾ ഒരാളെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടി നല്ല രീതിയിൽ മനസ്സിലാകും. ഓക്കെ, സോ ഇൻ ദ വെരി ഫ്യൂ ഇനീഷ്യൽ ഫേസ് നിങ്ങൾ ആദ്യത്തെ കുറച്ച് നാളുകൾ നിങ്ങൾ വായിച്ച് നിങ്ങളെ തന്നെ നല്ല രീതിയിൽ മനസ്സിലാക്കി പോകണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ റീഡിംഗ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, so according to the most recent recommendation, screening for pre-diabetes and diabetes should begin at the age of 35 years. ഡയബറ്റീസും പ്രീ ഡയബറ്റീസിന്റെ സ്ക്രീനിങ് 35 വയസ്സിൽ തുടങ്ങണം എന്നാണ് ഇപ്പോഴത്തെ പുതിയ റീസെന്റ് റെക്കമെൻഡേഷൻ. The previous recommendation was that testing should begin at the age of 45 years. Previous recommendation എന്തായിരുന്നു? ടെസ്റ്റിംഗ് എന്താണ്? 45 വയസ്സിൽ തുടങ്ങിയാൽ മതി എന്നായിരുന്നു. എന്തായിരുന്നു പണ്ടത്തെ റെക്കമെൻഡേഷൻ? ഇപ്പോഴത്തെ റെക്കമെൻഡേഷൻ ആണ് 35 വയസ്സിൽ നിങ്ങൾ പ്രീ ഡയബറ്റീസിന്റെ സ്ക്രീനിങ് തുടങ്ങണം. ഓക്കെ, this change reflects the finding that opportunistic universal screening among individual aged more than 35 or equal to 35 could greatly reduce the national prevalence of undiagnosed prediabetes or diabetes at a relatively low cost. ഈ ഒരു മാറ്റം എന്തായിരുന്നു? മാറ്റം പണ്ടത്തെ റെക്കമെൻഡേഷൻ എന്തായിരുന്നു? 45 വയസ്സിൽ സ്ക്രീനിങ് ചെയ്താൽ മതി എന്നായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ പുതിയ റെക്കമെൻഡേഷൻ എന്താണ്? 35 വയസ്സിൽ തുടങ്ങണം. ഈ ഒരു മാറ്റം എന്തിനെ കാണിക്കുന്നു? 35 വയസ്സിൽ കൂടുതൽ അല്ലെങ്കിൽ 35 വയസ്സുള്ളത് അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ആൾക്കാർക്ക് ഇപ്പം ഡയബറ്റീസും പ്രീ ഡയബറ്റീസും വരുന്നുണ്ട്. അപ്പം അവരിൽ അൺഡയഗ്നോസ്ഡ് ആയി കിടക്കുന്ന പ്രീ ഡയബറ്റീസും ഡയബറ്റീസിന്റെ അളവിനെ കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ ഒരു പുതിയ മാറ്റം വന്നിരിക്കുന്നത്. ക്ലിയർ ആണോ? In the glycemic assessment section, TIR along with A1C has been more fully incorporated into the guideline. ഗ്ലൈസമിക് അസസ്മെന്റ് സെക്ഷനിൽ നമ്മൾ TIRന്റെ കൂടെ തന്നെ A1Cനെയും കൂടി നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തു. A1C എന്ന് പറയുമ്പോൾ നമ്മൾ ഹീമോഗ്ലോബിൻ ടെസ്റ്റ് നോക്കത്തില്ലേ, അതിനെയും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇൻ അഡീഷൻ, ദി അപ്ഡേറ്റഡ് ഗൈഡ് ലൈൻ റിഫ്ലെക്ട്സ് ദി അഡ്ജസ്റ്റ്മെന്റ് ടു പേഷ്യന്റ് സെന്റർഡ് ട്രീറ്റ്മെന്റ് ഗോൾസ് റാദർ ദാൻ സീക്വൻഷ്യൽ ട്രീറ്റ്മെന്റ് ടു ഇന്റൻസിഫൈഡ് ട്രീറ്റ്മെന്റ്. അത് കൂടാണ്ട് തന്നെ അപ്ഡേറ്റഡ് ഗൈഡ് ലൈൻസ് എന്ത് പറയുന്നു? നമ്മൾ ഇനിയും കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ഒരാളുടെ ആവശ്യം അനുസരിച്ചായിരിക്കണം, പേഷ്യന്റ് സെന്റർഡ് ട്രീറ്റ്മെന്റ് ഗോൾസ് ആയിരിക്കണം. ഒരിക്കലും സീക്വൻഷ്യൽ ട്രീറ്റ്മെന്റ് അല്ല ഡയബറ്റീസിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യണം എന്നല്ല. അയാളുടെ ആവശ്യം അനുസരിച്ചാണ് നമ്മൾ ഇനിയും ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു ഓവറോൾ പാരഗ്രാഫ് എന്തിനെ കുറിച്ച് സംസാരിക്കുന്നു? റീസെന്റ് ആയിട്ട് ഡയബറ്റീസിലും പ്രീ ഡയബറ്റീസിലും സ്ക്രീനിങ്ങിലും ട്രീറ്റ്മെന്റിലും വന്ന മാറ്റങ്ങളല്ലേ, അപ്ഡേഷൻ അല്ലേ? ക്ലിയർ ആണോ? അപ്പം നമ്മൾ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ നമുക്ക് ഇച്ചിരി ബേസ് ഉണ്ടാക്കാൻ പറ്റും. സോ ഫസ്റ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു ഡു ഇൻ ഓർഡർ ടു ഇംപ്രൂവ് യുവർ റീഡിംഗ് ഈസ് യു ഹാവ് ടു നിങ്ങൾക്കൊരു അടിസ്ഥാനം അല്ലെങ്കിൽ നിങ്ങളൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കണം. അതുണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ വായിച്ചു തുടങ്ങണം. ഓക്കെ, സോ ദിസ് ഈസ് ദ വെരി ബേസിക് തിങ്. വായിക്കുന്ന എങ്ങനെയായിരിക്കണം? ഓൾവേസ് യൂസ് യുവർ മൗത്ത് ആൻഡ് ഒരു ഫ്ലോ റിതം വെച്ച് നിങ്ങൾ ഒരൊറ്റ തവണയിൽ വായിച്ച് മനസ്സിലാക്കി പോകണം.
ഓക്കെ, സോ നിങ്ങൾ വായിച്ചു കഴിഞ്ഞു. ഇനിയും നമുക്ക് ഈ ഒരു പാരഗ്രാഫ് പിന്നീട് വായിക്കേണ്ട അവസ്ഥ വരരുത്. ആ ഒരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കി പോണം. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചത്? ഇനിയും നമ്മൾ ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും വായിക്കുമ്പോൾ നമുക്ക് ക്ലിക്ക് ആകും. ബിക്കോസ് നമ്മൾ പാരഗ്രാഫ് വായിച്ചു മനസ്സിലാക്കിയിട്ടാണ് ക്വസ്റ്റ്യനും ഓപ്ഷൻസിലോട്ട് വരുന്നത്. Okay, now question. In this guideline, the change in screening recommendation is shedding its light on. Screening recommendation ൽ വന്ന മാറ്റം എന്തിനെയാണ് കാണിക്കുന്നത്? അപ്പൊ നമ്മുടെ സ്ക്രീനിങ് റെക്കമെൻഡേഷന് മാറ്റം വന്നില്ലായിരുന്നു? 45 വയസ്സിലല്ല, ഇനി മുതൽ ഡയബറ്റീസും പ്രീ ഡയബറ്റീസും 35 വയസ്സിൽ തുടങ്ങണം എന്നല്ലൊരു മാറ്റം വന്നത്. അപ്പം ഈ ഒരു മാറ്റം എന്തിനെ കാണിക്കുന്നു? അപ്പം തന്നെ കണ്ടോ, നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ക്ലിക്ക് ആകും നമ്മൾ എന്തിനെ കുറിച്ചാണ് ചോദ്യം ചോദിക്കുന്നത്. ക്ലിയർ ആണോ? ഇനി നമുക്ക് ഓപ്ഷൻസ് വായിക്കാം. A. To reduce the pre-diabetes or diabetes prevalence in individual by diagnosing early. നേരത്തെ ഡയഗ്നോസ് ചെയ്തിട്ട് ഒരാളിൽ ഡയബറ്റീസും പ്രീ ഡയബറ്റീസിന്റെ അളവിനെ കുറയ്ക്കാനാണോ? അങ്ങനെയാണോ പറഞ്ഞേ? ഒരാളിൽ നമുക്ക് നേരത്തെ ഡയഗ്നോസ് ചെയ്യപ്പെട്ടാൽ അയാളുടെ ഡയബറ്റീസും പ്രീ ഡയബറ്റീസും കുറയുവോ? അങ്ങനെയല്ലല്ലോ പറഞ്ഞേ. അൺഡയഗ്നോസ്ഡ് ആയി കിടക്കുക. ബിക്കോസ് ഇപ്പൊ 30-35 വയസ്സിലൊക്കെ എന്താണ് ഒരാൾക്ക് ഡയബറ്റീസ് കയറി പിടിക്കുന്നുണ്ട്. അപ്പം അയാൾ 45 വയസ്സ് വരെ അൺഡയഗ്നോസ്ഡ് ആയി കിടക്കുകയല്ലേ? അതിന്റെ അളവിനെ കുറയ്ക്കാൻ വേണ്ടിയാണ് 35 വയസ്സ് മുതൽ ചെയ്യാൻ പറഞ്ഞത് അല്ലേ? അല്ലാണ്ട് ഡയബറ്റീസും പ്രീ ഡയബറ്റീസിന്റെ അളവിനെ കുറയ്ക്കാനാണോ? അല്ല. B. To lessen the commonness of diagnosis of pre-diabetes or diabetes by diagnosing it at early stage. Plus ഇതാണോ? ഇനിയും ഡയഗ്നോസിസിന്റെ അളവിനെ കുറയ്ക്കാൻ വേണ്ടിയാണോ? അല്ലല്ലോ. പ്രീ ഡയബറ്റീസും ഡയബറ്റീസും നേരത്തെ ഡയഗ്നോസ് ചെയ്തിട്ട് ഡയഗ്നോസിസിന്റെ അളവിനെ കുറയ്ക്കാൻ വേണ്ടിയാണോ പറഞ്ഞത്? അല്ല. C. To decrease the frequency of pre-diabetes or diabetes that remains unidentified. കണ്ടോ, അൺഐഡന്റിഫൈഡ് ആയി കിടക്കുന്ന അല്ലെങ്കിൽ കാണാതെ കിടക്കുന്ന ഡയബറ്റീസും പ്രീ ഡയബറ്റീസിന്റെ അളവിനെ കുറയ്ക്കാൻ വേണ്ടിയല്ലേ ഈ ഒരു മാറ്റം വന്നിരിക്കുന്നത്? ക്ലിയർ ആണോ? അപ്പം നമ്മൾ പാരഗ്രാഫ് മനസ്സിലാക്കി പോകുമ്പോൾ നമുക്ക് ഓൺ ദ സ്പോട്ട് എലിമിനേഷൻ എന്നൊരു മെത്തഡും കൂടി ഉപയോഗിക്കാൻ പറ്റും. നമുക്കൊരു ഓപ്ഷൻ വായിച്ചിട്ട് പിന്നെയും പോയി പാരഗ്രാഫ് വായിക്കുക, ഈ ഓപ്ഷൻ വായിച്ചിട്ട് പിന്നെയും പോയി പാരഗ്രാഫ് വായിക്കുക. ആ ഒരു അവസ്ഥ വരുമ്പോഴാണ് നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്തത്. ക്ലിയർ ആണോ? പക്ഷെ ടൈം മാനേജ്മെന്റ് ആണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ആയിരുന്നു, നമ്മൾ എങ്ങനെ വായിക്കണം. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. സോ ഇന്നത്തെ നമ്മുടെ ബേസിക് ആണ്, നമ്മുടെ റീഡിങ്ങിന്റെ വെരി ബേസിക് തിങ് ആണ് നിങ്ങൾ എങ്ങനെ വായിക്കണം. സോ ഓൾവേസ് യൂസ് യുവർ മൗത്ത് വൈൽ യു ആർ റീഡിങ്. ബിക്കോസ് നിങ്ങൾ വായ ഉപയോഗിച്ച് നിങ്ങളെ തന്നെ കേൾപ്പിച്ചു പോകുമ്പോൾ നമുക്ക് നമ്മുടെ വാക്കുകൾ, നമ്മുടെ ഫ്രേസുകൾ, നമ്മൾ എന്താണ് വായിക്കുന്നത് നമുക്ക് മനസ്സിലാകും. ഇനി നെക്സ്റ്റ് ഒരു ഡൗട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്നു, മാം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഉറക്കെ വായിച്ചാൽ നമ്മുടെ മുൻപിലിരിക്കുന്ന ആൾ അല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടല്ലേ? ഓഫ് കോഴ്സ് അതൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് എന്താണ്, നമ്മൾ ആദ്യം നമ്മുടെ റീഡിങ് ഇംപ്രൂവ് ചെയ്യുന്നത് വീട്ടിലോ ഹോസ്റ്റലിലോ ഒക്കെ ആയിരിക്കുമ്പോൾ എന്താണ്, നമുക്ക് ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നമ്മൾ ഇച്ചിരി സൗണ്ട് ഒക്കെ ഉപയോഗിച്ച് നമ്മളെ തന്നെ പഠിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ വായിക്കണം. നമ്മുടെ ബേസിക് അല്ലെങ്കിൽ നമ്മുടെ അടിസ്ഥാനം ഉണ്ടാക്കുകയാണ്. ക്ലിയർ ആണോ? അപ്പം ബേസിക് ഫൗണ്ടേഷൻ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം അങ്ങനെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരാളുടെ അല്ലെങ്കിൽ ക്ലാസ്സിലൊക്കെ ആയിരിക്കുമ്പോൾ നിങ്ങൾ സൗണ്ട് കുറയ്ക്കുക. സൗണ്ട് ഉണ്ടാക്കാണ്ട് തന്നെ നമ്മൾ വായ ഉപയോഗിച്ച് വായിക്കാം. അങ്ങനെ വായിക്കുന്ന ആൾക്കാരുണ്ട്. ഡെഫിനറ്റ്ലി നമുക്ക് അങ്ങനെ വായിക്കാം. ക്ലിയർ ആണോ? വായ ഉപയോഗിച്ച് തന്നെ നമുക്ക് റീഡ് ചെയ്യാം, പക്ഷെ സൗണ്ട് എടുക്കണ്ട. നമ്മൾ വായിക്കുമ്പോൾ നമ്മളെ സൗണ്ട് എടുക്കാണ്ട് തന്നെ വായിക്കുമ്പോൾ നമ്മുടെ മൗത്ത് ബിസിയാണ്. നമുക്ക് മനസ്സിലാവും നമ്മൾ എന്താണ് വായിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് 2 തവണ വായിക്കേണ്ട അവസ്ഥ വരാറില്ല. പക്ഷെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഇച്ചിരി സൗണ്ട് ഒക്കെ എടുത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വായന, പ്രൊനൗൺസിയേഷൻ, നിങ്ങളുടെ വൊക്കാബുലറി നിങ്ങൾക്ക് ഇച്ചിരി കൂടി നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതായിരുന്നു ഇന്നത്തെ ഒരു ടോപ്പിക്, ഹൗ ടു റീഡ്. ഓക്കെ, സോ എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.